മാറനല്ലൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അരുൺ രാജിന് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. 25 വർഷം വരെ പരോൾ അനുവദിക്കരുതെന്നും കോടതി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, മാറനല്ലൂരിൽ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ പ്രതിക്കിപ്പോൾ ജീവപര്യന്തം കഠിന തടവും പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ വിധി പ്രസ്താവിക്കുന്ന ഒരു സമയത്ത് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു? വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതിലെ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും മാറനല്ലൂർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അരുൺ രാജിന് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ജീവപര്യന്തം തടവിൽ തന്നെ 25 വർഷം കഴിഞ്ഞു മാത്രമേ പരോളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ പാടുകയുള്ളൂ എന്നും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ഈ കൊലക്കേസിൽ പ്രതി അരുൺ രാജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. മാറനല്ലൂർ തന്നെ സ്വദേശികളായിട്ടുള്ള സന്തോഷ്, സജീഷ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. മൂലക്കോണം കുക്കിരിപ്പാറ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതുമായി സംബന്ധിച്ച് കൊല്ലപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധവും കൂടാതെ തർക്കവുമായിരുന്നു ഈ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. പാറക്വാറിയുടെ നടത്തിപ്പുകാരനായിരുന്നു ഈ കൊല്ലപ്പെട്ട സന്തോഷ് എന്ന് പറയുന്നത്. അതായത് ചപ്പാത്തി സന്തോഷ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ പാറമട തൊഴിലാളിയും സന്തോഷിന്റെ സുഹൃത്തുമായിരുന്നു കൊല്ലപ്പെട്ട പക്രു സജീഷ് എന്നയാള്. ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിയും മറ്റു ചിലരും ചേർന്ന് പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് സന്തോഷ് പ്രതി അരുൺ രാജിനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിരോധമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. 2021 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഓഗസ്റ്റ് 14 ഈ കൊലപാതകം നടന്നത്. ഈ കൊല്ലപ്പെട്ട സന്തോഷിന്റെ വീട്ടിൽ രാത്രി നടന്ന മദ്യസൽക്കാരത്തിലാണ് പ്രതി അരുൺ രാജ് തന്റെ കൈവശമുണ്ടായിരുന്ന വടിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ മരണം ഉറപ്പാക്കിയ ശേഷം ഈ പ്രതി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പുലർച്ചെ എത്തി കീഴടങ്ങുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രതിയായിട്ടുള്ള പ്രതിക്ക് ജീവപര്യന്തവും 50,000 രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുല്യ. ശരി വിനയ, മാറനല്ലൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ അരുൺ രാജിന് ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 50,000 രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജാണ്.